എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്? ലാംഡ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ലീപ് ഇയർ ചെയ്തതാരാ? അയാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. അരുൺ കംപ്ലീറ്റ് ചെയ്തോ ലീപ് ഇയർ? അരുൺ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടൊന്ന് പറഞ്ഞോളൂ. ഓക്കെ, ലീപ് ഇയർ മാത്രമല്ല, ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് ഓരോന്ന് ഞാൻ ഓരോരുത്തരെ കൊണ്ട് പറയിക്കാൻ പോവാണ്. അപ്പൊ ലീപ് ഇയർ അരുൺ പറഞ്ഞോളൂ. ഓക്കെ, ലീപ് ഇയറിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് ലീപ് ഇയർ എന്ന് പറയുമ്പോൾ 4 ഇയേഴ്സ് കൂടുമ്പോ അത് സംഭവിക്കുന്ന ഇതിനാണ് ലീപ് ഇയർ എന്ന് പറയുന്നത്. കേൾക്കുന്നില്ലേ? കേൾക്കാം. ഓക്കെ ആണ്. അപ്പോ ഈ എക്സ് ഇവിടെ ഈ കൂടുക, അതായത് ഈ ഇയറിലേക്ക് നമ്മള് ഇയറിനെ എടുക്കാണ് എക്സിലേക്ക്. അപ്പൊ ഈ എക്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ നമുക്കിപ്പോ 0 ഔട്ട്പുട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ലീപ് ഇയർ ആണ്. അതായത് ഇപ്പൊ 2004 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2004 ലീപ് ഇയർ ആണെങ്കിൽ 0 കിട്ടാണെന്നുണ്ടെങ്കിൽ 2004 ലീപ് ഇയർ ആയിരിക്കും. അല്ല ഇപ്പൊ 2003 4 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല, അതൊരു ലീപ് ഇയർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? വളരെ സിമ്പിൾ ആണ് ലീപ് ഇയർ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ കാണായിരുന്നു. ഒന്നും കൂടി ആ പ്രോഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ആ, പറഞ്ഞോളൂ. ജസ്റ്റ് ഇയർ ആണെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം അടുത്ത ആൾ എക്സ്പ്ലെയിൻ ചെയ്തേ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് പ്രോഗ്രാം അടുത്ത ആൾ എക്സ്പ്ലെയിൻ ചെയ്തേ. നമ്മളൊരു ഇയർ കൊടുക്കുമ്പോൾ ആ ഇയർ ലീപ് ഇയർ ആണോ അല്ലയോ എന്നാണ് അത് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. 2022 ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ലീപ് ഇയർ ആണോ അല്ലയോ എന്ന് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് TP ദേവപ്രയാഗ് തന്നെ പറയൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ, ഓക്കെ, എന്നാ ആ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞോളൂ. അതിന്റെ സംഭവം എന്ന് വെച്ചാല് ഈ പോസിറ്റീവ് ആവണമെങ്കിൽ ആ നമ്പർ എക്സിനെക്കാളും ഗ്രേറ്റ് അല്ല, 0-നേക്കാളും ഗ്രേറ്റർ ആവണം. 0-നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. അങ്ങനെ എൽസ് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത പ്രോഗ്രാം എന്താണ്? തന്നെ ചെയ്തയാണോ? തന്നെ ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും? തന്നെ ചെയ്യാൻ പറ്റിയോ? അൻസിയ, അതിലൊരു പ്രോഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഇനി ഏതാണ് പറയാനുള്ളത്? അൻസിയ, ഓഡിബിൾ ആണോ ഞാൻ? പറഞ്ഞോളൂ. ഇപ്പൊ 2 പേര് 2 പ്രോഗ്രാം പറഞ്ഞു, ബാക്കി പറയൂ.
ഇല്ല ഇല്ല, സ്ക്രീൻ ഷെയർ ആയിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാറില്ല. കാര്യം ആ ഇൻലൈൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ല, അതൊരു അനോണിമസ് ഫംഗ്ഷൻ ആണ്. അത് നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. കാര്യം എന്താന്ന് വെച്ചാല് ചില മെത്തേഡ്സ് ഉണ്ട്, അതാണ് നമ്മളിപ്പോ പഠിച്ചു വരാൻ പോകുന്നത്. ഫിൽറ്റർ ആൻഡ് മാപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മെയിൻ മെത്തേഡ്. ഈ മെത്തേഡ്സ് മാത്രമല്ല, വേറെ കുറച്ച് മെത്തേഡ്സ് നമുക്ക് ലാംഡ ഫംഗ്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്കിലും മെയിൻലി ആ ബാക്കിയുള്ള ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ലാംഡ ഫംഗ്ഷന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് മാപ്പ് മെത്തേഡ്. പിന്നെ ഫിൽറ്റർ മെത്തേഡ് നമുക്ക് ബാക്കിയുള്ള ഫംഗ്ഷൻസിലും യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ മാപ്പ് മെത്തേഡ് ലാംഡയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഓഡിയോ കണ്ടുപിടിക്കാനോ ഒന്നും നമ്മൾ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്ത് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എക്സാമ്പിൾ ആണ് കാണിച്ചു തന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഈ മാപ്പ് അത് പഠിപ്പിക്കും. അതാണ് പറയാൻ പോകുന്നത്. ഫിൽറ്റർ വേറെയും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, പക്ഷേ എല്ലാ മെത്തേഡ്സും കൂടി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാര്യം അതൊക്കെ നമ്മൾ വേറെ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. മെയിൻ ആയിട്ട് ഫിൽറ്റർ മെത്തേഡും മാപ്പ് മെത്തേഡും ആണ് നമ്മൾ ലാംഡ ഫംഗ്ഷൻ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഫിൽറ്റർ മെത്തേഡ് എന്താന്ന് നോക്കാം. സ്ക്രീൻ കാണാവോ? ഓക്കെ,
ഫിൽട്ടർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു ലിസ്റ്റ് ഓഫ് ലാംഡ ഫംഗ്ഷൻ കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ ആ ലാംഡ ഫംഗ്ഷനിൽ നിന്നും നമുക്ക് വേണ്ട കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി ആ ലിസ്റ്റിൽ നിന്നും, ലിസ്റ്റിന്റെ കേസാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. ഇപ്പൊ ലിസ്റ്റ് ആണെങ്കിലും ടപ്പിൾ ആണെങ്കിലും അതുപോലെ ഡിക്ഷണറി ആണെങ്കിലും സെറ്റ് ആണെങ്കിലും അവിടുന്ന് നമുക്ക് വേണ്ടവരെ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫിൽട്ടർ മെത്തേഡ്. ലാംഡ ഫംഗ്ഷനിലാണ് കേട്ടോ ഫിൽട്ടർ മെത്തേഡ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. പക്ഷെ മാപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള ലിസ്റ്റ് അല്ലെങ്കിൽ ടപ്പിൾ അല്ലെങ്കിൽ സെറ്റ് ഇത് എന്തോ ആയിക്കോട്ടെ ഇതിനെ വേറൊരു രീതിയിലേക്ക് മാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഫിൽട്ടറും മാപ്പ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഫിൽട്ടർ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം റിട്രീവ് ചെയ്തെടുക്കാൻ. മാപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ളതിനെ വേറൊരു രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കാനാണ് മാപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അപ്പൊ ഞാനൊരു ലിസ്റ്റ് കൊടുക്കുവാണ്. ആ ലിസ്റ്റിൽ നിന്നും ഇവൺ നമ്പേഴ്സിനെ മാത്രമായിട്ട് എനിക്ക് ഫിൽട്ടർ ചെയ്തെടുക്കണം എന്ന് വിചാരിക്കാം. ഫിൽട്ടറിങ് ഇവൺ നമ്പേഴ്സ്. അപ്പോ ഇവൺ നമ്പേഴ്സിനെ മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കണമെങ്കിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ലാംഡ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം യൂസ് ചെയ്തതുപോലെ തന്നെയാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മളൊരു ലിസ്റ്റ് ആ ലിസ്റ്റിൽ നിന്നാണ് നമുക്ക് ഇവൺ നമ്പേഴ്സിനെ മാത്രമായിട്ട് കിട്ടേണ്ടത്. സോ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ ലിസ്റ്റിൽ നിന്നും എനിക്ക് ഇവൺ നമ്പേഴ്സിനെ മാത്രമായിട്ട് റിട്ടേൺ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിൽട്ടർ മെത്തേഡ് എടുക്കുന്നു. സോ എഫ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ലാംഡ ഫംഗ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഫിൽട്ടർ മെത്തേഡ് അല്ലേ ദെൻ ബ്രാക്കറ്റിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഇത് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോ ഇത് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ലിസ്റ്റിൽ നിന്നും ഇവൺ നമ്പേഴ്സിനെ റിട്ടേൺ ചെയ്തു. അപ്പൊ ഞാൻ കുറച്ച് നമ്പേഴ്സ് കൊടുത്തു ഇതിലേക്ക്. അത് കഴിഞ്ഞ് ഞാൻ എഫ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഫിൽട്ടർ ഓഫ് ലാംഡ ആർഗ്യുമെന്റ് ഫുൾ കോളൻ എക്സ്പ്രഷൻ കോമ ആർഗ്യുമെന്റിന്റെ വേരിയബിൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈക്വൽ ടു ഫിൽട്ടർ ചെയ്യാനുള്ള ഫിൽട്ടർ കൊടുത്തു, ലാംഡ ഫംഗ്ഷൻ കൊടുത്തു, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ആർഗ്യുമെന്റും എക്സ്പ്രഷനും കൊടുത്തു. എക്സ് കൊടുത്തു, എക്സ് യൂസ് ചെയ്ത് ചെയ്യേണ്ടത് നമുക്ക് ഇവൺ നമ്പേഴ്സിനെയാണ് ഗെറ്റ് ചെയ്തെടുക്കുന്നത്. സോ അതിന്റെ എക്സ്പ്രഷൻ കൊടുത്തിട്ട് എവിടുന്നാണോ നമുക്ക് ഇവൺ നമ്പേഴ്സിനെ ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടത് ആ വേരിയബിൾ നെയിം കൊടുക്കുക. എനിക്കിപ്പോ ഈ എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്നാണ് ഇവൺ നമ്പേഴ്സിനെ ഗെറ്റ് ചെയ്തെടുക്കുന്നത്. സോ ഞാൻ എന്ത് ഈ എന്ന് കൊടുത്തിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യും. അതായത് പ്രിന്റ് ലിസ്റ്റ് ഓഫ് എഫ് കൊടുക്കുക. ഈ ലിസ്റ്റ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് ലിസ്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എന്താണോ അതിനെ ലിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും. സോ അതിന് വേണ്ടി ലിസ്റ്റ് ഓഫ് എഫ് ആണ് കൊടുക്കുന്നത്. എഫ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇവൺ നമ്പേഴ്സ് കിട്ടും. അപ്പൊ ഞാൻ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് വെച്ചിട്ട് അവിടെ നമ്പേഴ്സ് മാത്രം കിട്ടിയത് 4682 ആണ്. സോ ആ ഒരു ലിസ്റ്റ് റിട്ടേൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ലാംഡ ഫംഗ്ഷൻ ചെയ്യും. അപ്പൊ ഇവൺ നമ്പേഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഓഡ് നമ്പേഴ്സും ചെയ്യാൻ പറ്റും. അതുകൂടി ചെയ്ത് നോക്കാം. ഫിൽട്ടറിങ് ഓഡ് നമ്പേഴ്സ്.
നോട്ട് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സും കിട്ടും. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് ഇവൺ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ ഓഡ് നമ്പറും ഇവൺ നമ്പറും ചെയ്യുക. ക്ലിയർ? ഓക്കെ ആണോ? ഇവിടുത്തെ കേസിൽ 5791 ആയിരുന്നു ഓഡ് നമ്പർ. ഓഡ് നമ്പർ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടി. ക്ലിയർ ആണ്? പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, ചെയ്ത് നോക്കുക. കംപ്ലീറ്റ് ചെയ്തോ? അതോ
നെക്സ്റ്റ് നമുക്ക് ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്ത് കുറച്ച് പ്രോഗ്രാംസ് ചെയ്ത് നോക്കാം. എന്നിട്ട് അത് ഓക്കെ ആയിട്ട് മാപ്പ് മെത്തേഡിലേക്ക്. ഞാൻ ഫസ്റ്റ് തന്നെ കൊടുക്കുന്നു ഫിൽട്ടർ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 5. അതായത് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലിസ്റ്റിൽ നിന്നും 5ൽ കൂടുതലുള്ള നമ്പേഴ്സിനെ റിട്ടേൺ ചെയ്തെടുക്കുക. അതാണ് എനിക്ക് വേണ്ടത്. ഫിൽട്ടർ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 5. ഓക്കെ, 5ൽ കൂടുതലുള്ള നമ്പേഴ്സിനെയാണ് എനിക്ക് ഇവിടെ റിട്ടേൺ ചെയ്ത് എടുക്കേണ്ടത്. സോ ഞാൻ ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്യുവാണ്. എഫ് ഈക്വൽ ടു ഫിൽട്ടർ ഓഫ് എന്ത് ചെയ്യുന്നു, ലാംഡ ഫംഗ്ഷൻ കൊടുക്കുന്നു. ലാംഡ എക്സ്പ്രഷൻ ആർഗ്യുമെന്റ് കൊടുക്കുക, ദെൻ എക്സ്പ്രഷൻ കൊടുക്കുക. ദെൻ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യുന്ന ലിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. റൺ ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ നിന്നും 5ൽ കൂടുതലുള്ള നമ്പേഴ്സിനെ മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടുന്ന മെത്തേഡ് ഫിൽട്ടർ മെത്തേഡ് എന്ന് പറയുന്നത്. കുറച്ച് ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് വേണ്ടവരെ മാത്രം റിട്ടേൺ ചെയ്തെടുത്താൽ മതി. സോ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ചെയ്ത് നോക്കുക. നിങ്ങൾ ഫിൽട്ടർ മെത്തേഡ് ഇത്ര ചെയ്ത് നോക്കുക. തൽക്കാലം വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യണ്ട, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി. ബാക്കി നമുക്ക് മാപ്പ് മെത്തേഡും കൂടി കഴിഞ്ഞ് ഒരുമിച്ച്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ആ, ചോദിച്ചോളൂ. ലാംഡ അല്ല കുഴപ്പമില്ല. ഫിൽട്ടർ മെത്തേഡ് നമുക്ക് അല്ലാതെ യൂസ് ചെയ്യാം. മാപ്പ് മെത്തേഡിൽ ലാംഡ വേണം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ലാംഡ മെത്തേഡ് ഇല്ലാതെ ഫിൽട്ടർ ചെയ്ത് നോക്കുക. പക്ഷെ ഈ ഒരു സിന്റാക്സ് ലാംഡയിൽ മാത്രമേ പറ്റൂ.
ഓക്കെ ആണോ? കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ദെൻ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മാപ്പ് മെത്തേഡ് ആണ്. ഈ മാപ്പ് മെത്തേഡ് നമ്മൾ ഫിൽട്ടർ മെത്തേഡിൽ നമുക്ക് സോറി ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാപ്പ് മെത്തേഡ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫിൽറ്ററിലും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. വെറുതെ ആണെങ്കിൽ നമുക്ക് മാപ്പ് മെത്തേഡ് കൊടുക്കാം. എങ്കിലും ലാംഡ ഫംഗ്ഷന്റെ കൂടെയാണ് കറക്റ്റ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യണം. മാപ്പ് ലിസ്റ്റ് ഓഫ് സ്ട്രിംഗ് ഇൻടു അപ്പർ കേസ്. കുറച്ച് ലിസ്റ്റ് ഓഫ് സ്ട്രിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാനിപ്പോ എൽ എന്ന് പറഞ്ഞ വേരിയബിളിൽ കുറച്ച് സ്ട്രിംഗ് കൊടുക്കണം. ഈ ഒരു ലിസ്റ്റ് ആണ് നമുക്ക് അപ്പർ കേസിലോ ലോവർ കേസിലോട്ടോ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? മാപ്പ് മെത്തേഡ് യൂസ് ചെയ്ത് ലാംഡ ഫംഗ്ഷൻ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേരിയബിളിൽ മാപ്പ് മെത്തേഡ് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാനിപ്പോ യു എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് നമുക്ക് ലിസ്റ്റ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. സോ ലിസ്റ്റ് ഓഫ് മാപ്പ് നമ്മള് ലിസ്റ്റ് ആദ്യം തന്നെ കൊടുക്കുവാണെങ്കിൽ പ്രിന്റ് ചെയ്ത് നമുക്ക് ലിസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ലിസ്റ്റ് ഓഫ് മാപ്പ് ഓഫ് ലാംഡ ഫംഗ്ഷൻ കൊടുക്കുക, സ്പേസ് ആർഗ്യുമെന്റ്, ദെൻ എക്സ്പ്രഷൻ കൊടുക്കുക. എക്സ് ഡോട്ട് അപ്പർ ആണ് ഞാൻ കൊടുക്കുന്ന എക്സ്പ്രഷൻ, കോമ വേരിയബിൾ നെയിം. ഇവിടുത്തെ കേസിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വേരിയബിൾ എൽ ആണ്. എൽ എന്ന് പറയുന്ന വേരിയബിളിൽ നിന്നുമാണ് നമുക്ക് കിട്ടേണ്ടത്. സോ എൽ കൊടുക്കുന്നു. ദെൻ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് യു കൊടുക്കുക. റൺ ചെയ്ത് നോക്കുമ്പോൾ ഓൾറെഡി ഉള്ള ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ഒക്കെ നമുക്ക് അപ്പർ കേസിലോട്ടാക്കി കൺവേർട്ട് ചെയ്ത് കിട്ടും. നമ്മൾ ഇത് ഇന്നലെ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്തായിരുന്നു. ഇത് ലിസ്റ്റ് ഓഫ് എലമെന്റ്സിനാണ് നമ്മൾ എന്ത് ചെയ്തത്? അപ്പർ കേസിലോട്ടാക്കി കൺവേർട്ട് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇതുപോലെ നമുക്ക് വേറൊരു പ്രോഗ്രാം കൂടി ചെയ്യാം. അതായത് ഓൾറെഡി കുറച്ച് നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ നമ്പേഴ്സിനെ ഇങ്ങനെ ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി ഉള്ള ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് വേണ്ട നമ്പേഴ്സിനെ മാത്രമായിട്ട് റിട്ടേൺ ചെയ്തെടുത്തു. പക്ഷേ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഉള്ള നമ്പേഴ്സിനെ അതിനെ മാപ്പ് ചെയ്തെടുക്കാൻ പോവാം. വേറൊരു രീതിയിലേക്ക് മാപ്പ് ചെയ്തെടുക്കാൻ പോവാം. അപ്പൊ എനിക്ക് വേണ്ടതെന്ന് വെച്ചാല് ഈ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിന്റെ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഓരോ നമ്പറിന്റെയും സ്ക്വയർ ആയിട്ടാണ് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അതായത് ലിസ്റ്റ് ആയിട്ട് തന്നെ വേണം, പക്ഷേ ഓരോ എലമെന്റിന്റെയും സ്ക്വയർ വെച്ച് ലിസ്റ്റ് ചെയ്ത് കിട്ടണം. 4ന്റെ സ്ക്വയർ 16, 16ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 7ന്റെ സ്ക്വയർ, അങ്ങനെ ഓരോന്നിന്റെ സ്ക്വയർ ആയിട്ട് എനിക്ക് റിട്ടേൺ ചെയ്യണം. സോ അതിന് വേണ്ടി ഞാൻ എസ് ഈക്വൽ ടു വീണ്ടും മാപ്പ് ചെയ്യുന്നു. മാപ്പ് ഓഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ആദ്യമേ കൊടുക്കാം, ഇല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാം. എങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ രണ്ട് രീതിയിൽ കാണിച്ചു തന്നേ ഉള്ളൂ. മാപ്പ് ഓഫ് ലാംഡ ഫംഗ്ഷൻ കൊടുക്കുക, സ്പേസ് ആർഗ്യുമെന്റ് കൊടുക്കുക, ആർഗ്യുമെന്റ് യൂസ് ചെയ്ത് ചെയ്യേണ്ട എക്സ്പ്രഷൻ ഡബിൾ സ്റ്റാർ 2 ആണ്, അതായത് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് ഡബിൾ സ്റ്റാർ 2 കൊടുത്തു, കോമ ഏത് ലിസ്റ്റിന്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് അത് കൊടുക്കുക. ഈ എന്ന് പറയുന്ന ലിസ്റ്റിന്റെ ആയതുകൊണ്ട് ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അത് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യണം. സോ ലിസ്റ്റ് ഓഫ് എസ് കൊടുക്കുക. ഇപ്പൊ റൺ ചെയ്ത് നോക്കുമ്പോൾ ഓൾറെഡി ഉള്ള ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് സ്ക്വയർ ആയിട്ട് റിട്ടേൺ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതാണ് പറയുന്നത്, ഓൾറെഡി ഉള്ള ലിസ്റ്റ് ആയിക്കോട്ടെ ഏത് നമ്പർ ആയിക്കോട്ടെ അതിനെ വേറൊരു രീതിയിൽ മാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആവശ്യമുള്ളതിന് മാത്രം എടുക്കാൻ വേണ്ടി നമ്മൾ ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്യും. കണ്ടോ, ഞാനിപ്പോ കൊടുത്ത നമ്പേഴ്സ് 4, 6, 5, 7 ഒക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടിയത് കറസ്പോണ്ടിങ് നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ്. കണ്ടോ?
ഇപ്പൊ ക്യൂബ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ക്യൂബ് ആണെങ്കിൽ ഇതേ പ്രോഗ്രാം തന്നെ പകരം x⁻³ കൊടുക്കുക. നമുക്ക് ഓരോ നമ്പറിന്റെയും സ്ക്വയർ ആയിരിക്കും, സോറി ക്യൂബ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇങ്ങനെ പല പല രീതിയിൽ നമുക്ക് എല്ലാ ലിസ്റ്റിനെയും മാപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ചെയ്ത് നോക്കുക. മാപ്പ് മെത്തേഡ് ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഓരോ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിന്റെ കൂടെ നമുക്ക് 100 ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്ന അവിടെ x+100 കൊടുക്കുകയാണെങ്കിൽ ഓരോ നമ്പറിന്റെ കൂടെ 100 ആഡ് ചെയ്തിട്ട് പുതിയൊരു ലിസ്റ്റ് ഓഫ് നമ്പർ ആയിരിക്കും നമുക്ക് മാപ്പ് ചെയ്ത് കിട്ടുന്നത്. അതും കൂടി ചെയ്ത് നോക്കുക.
കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പറയാം. അത് തന്നെ ചെയ്യാൻ പറ്റുക. ഒരു ലിസ്റ്റ് ഓഫ് കുറച്ച് ഒരു ലിസ്റ്റ് കൊടുക്കുക. ആ ലിസ്റ്റിൽ നിന്നും സ്ട്രിങ്ങിനെ റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യും. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? ഒരു ലിസ്റ്റിലെ കുറച്ച് സ്ട്രിങ് കൊടുക്കുക. ഒരു ലിസ്റ്റില് കുറച്ച് സ്ട്രിങ് കൊടുക്കുക. ആ സ്ട്രിങ്സിനെ എല്ലാം റിട്ടേൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാപ്പ് ചെയ്യേണ്ടത് റിവേഴ്സ് ഓർഡറിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാം നോക്കിയേ. റിവേഴ്സ് ചെയ്ത് പ്രിന്റ് ചെയ്യുക. ഓൾറെഡി ഉള്ള ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ റിവേഴ്സ് ചെയ്ത് മാപ്പ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതായത് റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് കൊടുക്കുക. ഞാൻ കുറച്ച് എലമെന്റ്സ് കൊടുത്തു. ഈ എലമെന്റ്സിനെ അല്ലെങ്കിൽ ഈ സ്ട്രിങ്സിനെയാണ് എനിക്ക് റിട്ടേൺ ചെയ്ത് റിവേഴ്സ് ഓർഡറിൽ കിട്ടേണ്ടത്. സോ ലാംഡ ഫംഗ്ഷനിലെ മാപ്പ് യൂസ് ചെയ്തു. റിവേഴ്സ് ഓർഡറിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഡബിൾ ഫുൾ കോളൻ -1 ആണ് യൂസ് ചെയ്തത്. അത് കൊടുത്തു. എവിടെ നിന്നാണോ റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യിക്കുന്നത് ആ ഒരു വേരിയബിളിലേക്ക് കൊടുത്തു. എന്നിട്ട് പ്രിന്റ് ചെയ്യുക ലിസ്റ്റ് ഓഫ് ആർ ഇ കൊടുക്കുക. അപ്പൊ ആർ എന്ന് പറയുന്ന ആ ഒരു ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ ഈച്ച് സ്ട്രിങ് കിട്ടുന്നതായിരിക്കും. കിട്ടാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. രണ്ടെണ്ണം ഞാൻ മാപ്പ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 4 ഫിൽട്ടർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് റിവേഴ്സ് ഓർഡറിൽ ചെയ്ത് കഴിയുന്നവര് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക. എന്നിട്ട് ഇത് ചെയ്യുക. എന്നിട്ട് ഇത് സബ്മിറ്റ് ചെയ്യുക. ഇത്രയും സബ്മിറ്റ് ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യൻസ് സബ്മിറ്റ് ചെയ്താൽ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ബേസ് ചെയ്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പോൾ വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം. നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ലാംഡ ഫംഗ്ഷൻ കഴിഞ്ഞു. നമ്മൾ ഫിൽട്ടർ മെത്തേഡ് വരുന്ന മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്ത് ചെയ്യുവാണെങ്കിൽ ആ ഒരു ടോപ്പിക് കഴിയും. ഓക്കെ. ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാണിക്കാം. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക ക്വസ്റ്റ്യന്റെ.
ഡൗട്ട് ഒന്നും ഇല്ലാത്തവര് ഇത് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതിയേ. ഫസ്റ്റത്തെ 2 മാപ്പ്, ബാക്കി ഫിൽറ്റർ. ഫിൽറ്ററിന്റെ ഞാൻ ഫിൽറ്ററിന് എടുത്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കി 2 മാപ്പ്. ഓക്കെ, വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ക് യു. താങ്ക് യു. താങ്ക് യു.